പ്രേക്ഷകരെ, ഏവർക്കും പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക്, അല്ലെങ്കിൽ ഇന്നലത്തെ എൻ്റെ തുടർച്ചയായ അടുത്ത വീഡിയോയിലേക്ക് സസ്നേഹം സ്വാഗതം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഇന്നലത്തെ തുടർച്ചയായിട്ടെന്ന പോലെ ഞാൻ സൂചിപ്പിച്ചത് നീഡി ടാപ്പിക്കാണ് ഏറ്റവും മെച്ചപ്പെട്ട, ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും മെച്ചപ്പെട്ട രീതി. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് പല വിഷയങ്ങൾ വന്നു, പലയിടത്തുനിന്നും പല എതിർപ്പുകൾ വന്നു. വാസ്തവത്തിൽ അത് ശരിക്കും കണ്ടു മനസ്സിലാക്കി വിലയിരുത്തി പഠിക്കുന്ന പക്ഷം ആ എതിർപ്പുകൾക്കൊക്കെ ഒരു കാര്യവുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഈ റബ്ബർ ബോർഡാണ് അതിന് തുടക്കം ഇട്ടത്. അവർ ഇവിടെ വന്ന് വേണ്ടവണ്ണം പഠിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യാതെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ആർക്കും തോന്നി. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കുത്തിക്കഴിയുമ്പോഴേ മരത്തെ കൊണ്ട് കഴിയുമ്പം മുളയ്ക്കും. അത് സ്വാഭാവികമായിട്ട് ആരും ചിന്തിച്ചു അങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്കും അത് ആ സന്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുളയ്ക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പം പിന്നെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഇവിടം തൊട്ട് ഒരു 9 അടി മുകളിൽ തൊട്ട് താഴോട്ട് കുത്തി താഴെ വന്നു കഴിയുമ്പം അതിന് തന്നെ ഒരു 10-20 വർഷത്തോളം എടുക്കും. അപ്പോൾ ഈ വർഷം മുഴുവൻ മുളച്ചാൽ പിന്നെ അടുത്ത വർഷം എടുക്കുക. അപ്പം 2 വർഷവും തീർന്നു കഴിയുമ്പം ഒരു 50 വർഷം കൊണ്ട് ഈ മരത്തിൻ്റെ ആയുസ് അല്ലെങ്കിൽ ടാപ്പിങ് അവസാനിപ്പിക്കുന്നു. പിന്നെ 2-3 വർഷം മേലോട്ട് ഓമണി വെച്ച് സോൾട്ടർ വെട്ടി തീർക്കാമെന്നൊക്കെ ആയിരുന്നു ആദ്യം ഞാൻ പഠിപ്പിച്ചത് തന്നെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ പ്രത്യക്ഷത്തിലെ ഒരു ഈ ഗവേഷണം അങ്ങനെയാണ്. നമുക്കറിയാം, ഇപ്പം സൂര്യനാണോ ഓടുന്ന ഭൂമിയാണോ കറങ്ങുന്നത്. പ്രത്യക്ഷ കറങ്ങുന്ന മേലോട്ട് നോക്കുമ്പോൾ സൂര്യനാണ് കറങ്ങുന്നത്. യാഥാർത്ഥ്യം എന്താ, സൂര്യൻ ഒരിടത്ത് തന്നെ നിൽക്കുകയാണ്, ഭൂമിയാണ് കറങ്ങുന്നത് സൂര്യനെ ചുറ്റി. അതുപോലെ ഒരു ബസ്സിൽ കയറുവാണെങ്കിൽ മരങ്ങളെല്ലാം ഇങ്ങനെ ഓടുന്നു കാണാം. അപ്പം മരങ്ങളാണ് ഓടുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ സംഭവിക്കുന്ന എന്താ, ബസ്സാണ് ഓടുന്നത്, മരങ്ങൾ അവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് വെച്ചാൽ വിലയിരുത്താനൊക്കെയല്ല. ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ വിലയിരുത്തപ്പോഴാണ് ഈ കുത്തിയാ മുഴയ്ക്കുമെന്ന ആ നിഗമനത്തിൽ അങ്ങ് എത്തിയത്. റബ്ബർ ബോർഡും അത് തന്നെ ചെയ്തു. അതവർ പബ്ലിഷ് ചെയ്തു. അതിന് പ്രകാരം അതിനെ ഫോളോ ചെയ്ത് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പത്രങ്ങൾ അതിനെ അനുഗ്രഹിച്ച്, അതായത് അവർക്ക് റബ്ബർ ബോർഡിൻ്റെ റിപ്പോർട്ടർ പത്രങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് നല്ല അത് ഇടാതിരിക്കാൻ സാധ്യമല്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ അവരോട് ആവശ്യപ്പം പത്ര റിപ്പോർട്ടൊക്കെ കിട്ടിയാൽ അത് അതുപടി ചെയ്യണമെന്നാണ്. അത് നിയമമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയാണ് സാധാരണ എന്ന് പറഞ്ഞു. അപ്പോൾ റബ്ബർ ബോർഡ് പറഞ്ഞത് മാധ്യമങ്ങൾ ആവർത്തിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഞാനത് ആരെയും പരിഹസിച്ച് പറയുന്നതല്ല. ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് എപ്പോഴത് ഉണ്ടായിരിക്കും തോന്നില്ല. ഊളനിരുട്ടത്ത് കൂവി പട്ടികൾ കൂവാനും അങ്ങ് തുടങ്ങി. അപ്പോൾ കൊച്ചുകുട്ടികളെ 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നൊരു പാട്ടായിരുന്നു അന്ന്. നമുക്കറിയാമല്ലോ, സാധാരണ ഈ ഊളൻ എന്ന് പറഞ്ഞാൽ കുറുക്കൻ രാത്രി കൂവും. ഒരു കൂവിയാൽ മറ്റെല്ലാം കൂടെ കൂവാൻ തുടങ്ങും. പിന്നെ പട്ടിയുടെ ബഹളമാണ്. അപ്പോൾ ഈ ഇരുട്ടത്താണ് കൂവുന്നതാണ് വേറെ. പകലങ്ങനെ കൂവാറില്ല. ഈ അന്ധകാരം എന്ന് പറയുന്നത് അജ്ഞതയാണ്. അറിവില്ലായ്മ എന്ന് പറയുന്നത് അന്ധകാരമാണ്. അന്ധകാരത്തിൽ അറിവില്ലായ്മയിൽ ഓരോരുത്തർ പറയുന്ന പലപ്പോൾ യൂളന്മാരുടെ കൂവത്തെ പോലെയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ റബ്ബർ ബോർഡ് കൂവി വിട്ടു, അത് മാധ്യമങ്ങൾ അത് ഏറ്റുപാടി. അങ്ങനെയാണ് ഈ നീഡി ടാപ്പിങ്ങിനെ പറ്റി ഈ അപവാദങ്ങളെല്ലാം പരക്കാൻ കാരണം. വാസ്തവത്തിൽ റബ്ബർ ബോർഡ് അങ്ങനെ പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഇവിടെ വന്നൊന്ന് പരിശോധിക്കണ്ടേ? ഇതിൻ്റെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ മിറക്കില്ലാണ്ടാണ്. ഈ ചെറിയ തോട്ടത്തിൽ വന്നാൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊന്നും തയ്യാറാകാതെ
റബ്ബർ ബോർഡിൻ്റെ ഞാൻ ഇതിനു മുമ്പ് അവരുടെ ഒരു റബ്ബർ മാസിക നിങ്ങളെ കാണിച്ചിരുന്നല്ലോ. കുത്തിയാൽ പിറ്റേ വർഷം കടക്കിൽ കോടാലി വെക്കാം എന്നും പറഞ്ഞൊരു ലേഖനം 2-3 പേജോളം വെച്ച് മുളച്ച് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഫോട്ടോ ഒക്കെ എവിടുന്ന് കിട്ടി അത് ഇട്ട് ഞാൻ കാണിക്കുകയുണ്ടായില്ല. അല്ലെ എൻ്റെ വീഡിയോ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് സംഭവം. വാസ്തവത്തിൽ എന്തൊരു ഭയങ്കര ദ്രോഹമാണ് അവർ കാണിച്ചത്. ഈ റബ്ബർ ബോർഡും മാധ്യമങ്ങളും അത് ഏതെല്ലാം മാധ്യമങ്ങളെന്ന് ഞാൻ ഇപ്പം ആ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. നിങ്ങളിൽ തന്നെ പലരും കണ്ടു കാണും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പോയിൻ്റ് നീഡി ടാപ്പിങ് പഞ്ചർ ടാപ്പിങ്ങാണ്. അത് പണ്ട് റബ്ബർ ബോർഡ് അത് പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. കർഷകർ വഞ്ചിതരാകരുത്, നീഡി ടാപ്പിങ് ചെയ്യരുത് എന്നാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് പത്രക്കുറിപ്പ്. അത് മാധ്യമങ്ങളിട്ടു, മറ്റു ചാനലുകളൊക്കെ പിന്നെ അത് നിശബ്ദത പാലിച്ചത് ആരും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ഞാൻ പറയുന്ന ഇതാണ്, പ്രത്യേകിച്ച് റബ്ബർ കർഷകരോട് ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങൾ വന്ന് കണ്ടു ബോധ്യപ്പെടുക. അപ്പം എനിക്ക് വേണ്ടുണ്ടായിരുന്ന ആ സംശയങ്ങളും ഭയങ്ങളും എല്ലാം മാറി കുത്തിയാൽ മുഴയ്ക്കും. ഒറ്റ മരം പോലും കുത്തിയാൽ മുഴയ്ക്കുകയില്ല. അതിൻ്റെ ഉദാഹരണം ഇതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു കൊതു കുത്തിയിട്ട് മുഴ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പാടുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. കൊതു കുത്തിയാലും ചെറുതെ പിന്നെ രക്തം പൊടിക്കും അല്ലേ. അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളെല്ലാം ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്തോട്ട് പാട് കാണിക്കാൻ സാധിക്കുമോ? അതായത് ചെറിയ പോയിന്റിൽ ഒരു പോയിന്റിൽ ചെറിയൊരു പിന്നെ ഇതുണ്ടോ, ഇങ്ങനൊരു കുത്തിയാൽ ഒരു പോയിന്റ് മാത്രമേ അവിടെ ചെന്ന് കൊണ്ടുള്ളൂ. നേരിട്ട് ഈ ചെത്തുമ്പോഴെന്താ സംഭവിച്ചാൽ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ദൂരത്തിൽ തടി അങ്ങ് ചെത്തിപ്പോകും. അവിടെയാണ് മുഴയുണ്ടാകുന്നത്. ചെത്തിയാൽ മുഴയ്ക്കും, കുത്തിയാൽ മുഴയ്ക്കുകയില്ല. എന്നിട്ട് ഒരൊറ്റ കുത്തിയപ്പം തന്നെ പാല് കടന്നുകൊണ്ടില്ലേ. ഈ പാലെന്ന് പറയുന്നത് പിന്നെ എത്തിപ്പോണം ഉത്തേജനം കൂടെ തേച്ചാൽ രാത്രിയും ഒരു പാചകത്തിലും ചിലപ്പോൾ ഒരു രാത്രി തന്നെ മുഴുവനും തന്നെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചിരട്ടയൊക്കെ ചിലപ്പോൾ നിറഞ്ഞെന്ന് വരിക. പ്രത്യേകിച്ച് ഈ 2 വട്ടയും കൂടെ ചെത്തി കുത്തുകയാണെങ്കിൽ നിറയും. ഇത് 1 ലിറ്ററിൻ്റെ ചിരട്ടയാണ്. അവിടെ ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്, നിങ്ങൾ ഒരു തരത്തിലിപ്പം എൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ഏതാണ്ട് ഇപ്പം നീഡി ടാപ്പിങ് ആരംഭിച്ചിട്ട് ഏതാണ്ട് 25-30 വർഷത്തോളമായി. അപ്പം അതെല്ലാം ഞാൻ പഠിപ്പിച്ച് ഏതാണ്ട് ഈ വർഷം കൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യുന്നില്ല, പുഷ്ടപ്പെടുന്നില്ല. എങ്കിലും എനിക്ക് വളരെയേറെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇത് മാത്രം കേന്ദ്രീകരിക്കാൻ എനിക്ക് സമയമില്ല. മാത്രമല്ല ഇത് ഏതാണ്ട് ഒരു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു പിന്നെ വിജയതീരത്തിൽ എത്തിക്കഴിഞ്ഞു. നീഡി ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ റബ്ബർ ബ്രഷ് കർഷകരെ സംബന്ധിച്ചോളം ഏറ്റവും പിന്നെ വിലപ്പെട്ട ഒരു പിന്നെ വിളവെടുപ്പ് രീതിയാണ്, അല്ലെങ്കിൽ പിന്നെ വിജയമാർഗമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു 1 കിലോ റബ്ബറിന് 1000 രൂപ ആക്കാമെന്ന്. അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. പലരും കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഈ 1000 രൂപ ഒരു 500 രൂപ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണെന്ന് വിചാരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് 1000 രൂപ ആക്കാമെന്ന്. ബിഷപ്പ് പാമ്പ്ലാനി പറഞ്ഞു ഞങ്ങൾക്ക് കിലോയ്ക്ക് 300 രൂപ കിട്ടുവാണെങ്കിൽ 1-2 MP ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അത് വലിയ വിവാദ വിഷയമായി. ഇവിടെ ഞാൻ പറയുന്നതാണ് 1 കിലോ റബ്ബറിന് 1000 രൂപ നിലവിലുള്ള വിലയിൽ തന്നെ. അതായത് കിലോ 200 രൂപ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഇപ്പോൾ ഒരല്പം താഴ്ന്നു നിൽക്കുകയാണ്, അല്പം മേലോട്ടും കയറിക്കുന്നത്. 200 ആട്ടം നിൽക്കുമ്പം 1 കിലോ റബ്ബറിന് 1000 രൂപ ഞാൻ എടുത്തു. ഈ ചെറിയ തോട്ടത്തിൽ ഞാൻ എടുത്ത് കാണിച്ചു കഴിഞ്ഞു, അത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയും ഇയാൾ 7 തോട്ടത്തിൽ എന്തെങ്കിലും പിന്നെ തട്ടിപ്പോ എടുത്ത് വരത്തര കാണിച്ചാണെന്ന് സംശയം. ഇത് അടുത്ത എരുമേലിൻ്റെ അടുത്ത് പിന്നെ ആ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുകളിലായിട്ട് തോട്ടമുണ്ട്. പിന്നെ നന്ദിയേത്ത് കണ്ടത്തിൽ എന്ന അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലാണ് ഞാൻ ഒരു 600 മരം പാട്ട കൊടുത്തു. ഒരു 40-45 വർഷത്തോളം അതിന് പഴക്കമുണ്ട്. ഒരു വർഷം അവർ സ്ലോട്ടർ ടാപ്പിംഗ് നടത്തിയതാണ്. 2 വർഷവും
കമത്തും മലത്തും, ഇവിടെയും കമത്തും മലത്തും, ഇതും കമത്തും മലത്തും അങ്ങനെയായിട്ട് ചെയ്ത് 1 വർഷം വെട്ടിയതാണ്, ഗോവണി വെച്ച് വെട്ടിയതാണ് അങ്ങനെ ഒരു തോട്ടം. അപ്പോൾ അദ്ദേഹം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യകാലത്ത് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് മിറക്കിൾ ലാൻഡ് വന്ന് എൻ്റെ ഈ നീഡി ടാപ്പിങ്ങിൻ്റെ പരിശീലനം നേടിയാണ്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അദ്ദേഹം തന്നെത്താനെ നീഡി ടാപ്പിംഗ് സ്വന്തം തോട്ടത്തിൽ പ്രയോഗിച്ചു. അപ്പോൾ പലരും അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നാ വട്ടമുണ്ടോ, ഇതെന്ത് പരിപാടിയാണ്, കമത്തും മലത്തും കുത്തുക ഇതൊക്കെ എന്നതാണെന്ന് പറഞ്ഞവരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ തൊഴിലാളികളെ ഇത് ചെയ്യാനുള്ള തൊഴിലാളികളെ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉയർന്ന നിലയിലാണ്. അപ്പം ഈ നീഡി ടാപ്പിംഗ് തുടരാൻ പറ്റില്ല. അപ്പം സാധാരണ ടാപ്പിങ്ങിലേക്ക് തുടരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ നീഡി ടാപ്പിംഗ് ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിൻ്റെ ഉറവിടമായ എന്നെ തന്നെ സമീപിച്ച് ഞങ്ങളും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തോട്ടം ഒരു പ്രത്യേക വ്യവസ്ഥയനുസരിച്ച് വിട്ടുതരികയാണ് ചെയ്ത്. വ്യവസ്ഥ എന്ന് കേട്ടാൽ ഞാനത് സൂചിപ്പിച്ചു എന്ന് അറിയത്തില്ല. വ്യവസ്ഥ ഇതാണ്: കിട്ടുന്ന ഉൽപ്പാദനത്തിൻ്റെ പകുതി 50% ഉടമയ്ക്ക്, 40% തൊഴിലാളിക്ക് അല്ലെങ്കിൽ പങ്കാളികൾക്ക്. പങ്കാളി എന്നാണ് ഞാൻ വിളിക്കുന്നത് ഈ ടാപ്പ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പം 40% പങ്കാളിക്ക്, 10% എനിക്ക്. ഞാനാണല്ലോ ഇത് മാനേജ് ചെയ്യുന്നതും ഇതെല്ലാം നടത്തുന്നതും എല്ലാം. ഞാനാണല്ലോ ഈ പാട്ടമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് എടുക്കുന്നത്. ഇതാണ് വ്യവസ്ഥ. അപ്പം 100 രൂപ കിട്ടുവാണെങ്കിൽ 50 രൂപ ഉടമയ്ക്ക്, 40 രൂപ പിന്നെ പങ്കാളിക്ക്, 10 രൂപ എനിക്ക് എന്നാണ് വ്യവസ്ഥ. പിന്നെ അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ വഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് വ്യവസ്ഥ. ഇത് മറ്റുള്ളവർക്ക് ഈ വ്യവസ്ഥ അനുസരിച്ച് വേണമെങ്കിൽ ഈ 10% എനിക്കെന്നുള്ളത് നിങ്ങൾക്ക് വേണേൽ ഒഴിവാക്കാം. തൊഴിലാളിക്ക് 40%, പിന്നെ ഉടമയ്ക്ക് 60%, 60-40 എന്ന നിലയിൽ വിഭജിച്ചെടുക്കുക. അപ്പോൾ 40 ആകുമ്പോൾ എനിക്ക് ഈ 10% ഇതിൻ്റെ വളവിടിയിൽ റെയിൻ ഗാർഡിങ്, അങ്ങനെ പിന്നെ കളവെട്ട് അതിനായിട്ട് 10%. അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങളിന്ന് വിചാരിച്ചോ അത് തെളിയിച്ച കാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കേ. ഞാൻ അവിടെ ചെന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിങ്ങളെ വെളിപ്പെടുത്തി തരാം. അദ്ദേഹത്തിന് 2 വർഷത്തേക്ക് എൻ്റെ അറിവിൽ 2 വർഷത്തേക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ, കറയ്ക്ക് മാത്രമായിട്ട് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചതാണ്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, മെയ് മാസം മുതലേ മഴയായിരുന്നു. ഇപ്പോഴും മഴയാണ്. വെട്ട് കാര്യമായിട്ട് നടന്നില്ലെങ്കിൽ പോലും ഇതിനോടൊക്കെ ഏതാണ്ട് 1 ലക്ഷം രൂപയുള്ളൂ അദ്ദേഹത്തിന് എല്ലാ ചിലവും കഴിഞ്ഞ് കിട്ടിയതായിട്ട് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു, അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 100 ബാരൽ പിന്നെ വേണ്ട ബലം പങ്കാളികളെല്ലാം സഹകരിച്ച് വിട്ടുവാണെങ്കിൽ ഒരു 100 ബാരൽ പിന്നെ പാല് ഈ വർഷം തന്നെ ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് പിന്നെ കൂടാൻ കുറയാം. പക്ഷേ ഇതെല്ലാം നമ്മൾ പിന്നെ എല്ലാവരും സഹകരിച്ച്, ആ സഹകരണമാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് പങ്കാളികൾ, ഉടമ, അതുപോലെ ഞാനും എല്ലാം സഹകരിക്കുന്നതിലാണ് പ്രധാനം. പ്രത്യേകിച്ച് ഈ ടാപ്പ് ചെയ്യുന്ന ആൾക്കാരെ വേണ്ട അവിടെ ടാപ്പ് ചെയ്യണം. അതിന് ഞാൻ കൂടെ നിൽക്കണം. ഇതെല്ലാം വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വന്ന് പരിശോധിക്കുക. ആദ്യമായിട്ട് മിറക്കിൾ ലാൻഡ് വന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം എന്താ, ഇതെന്താ, ഇത് എൻ്റെ EB3 എന്ന ഇത് എൻ്റെ EB3 ഞാൻ വികസിപ്പിച്ചെടുത്ത EB3യുടെ ഇനമാണ്. ന്യായനത്തിൻ്റെ കാരണം അത് മണ്ണിൻ്റെ ആണോ അതോ ഞാൻ കളവ് പറയുകയാണോ? ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രധാന പിന്നെ 200 താഴെ നിൽക്കുന്ന ഈ റബ്ബർ വില 1000 രൂപ ആക്കാവുന്ന 1 കിലോ. നിസ്സാര കാര്യമാണ് ഈ പറയുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട്, ഓരോ പിന്നെ പങ്കാളിക്കും അല്ലെങ്കിൽ തൊഴിലാളിക്കും ഓരോ കാറ് 1 വർഷത്തിനകം എടുക്കാൻ സാധിക്കും. സാധാരണ പിന്നെ കൃഷിക്കാർ തന്നെത്താൻ വെട്ടി പാലെടുത്ത് പിന്നെ തൊഴിലാളിയെ ആശ്രയിക്കാതെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായും ചില ഒരു 100 മരം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 300 മരം ഉണ്ടെങ്കിൽ 1 വർഷത്തിനകം പിന്നെ ഒരു കാറ് നമുക്ക് എടുക്കാത്തക്ക രീതിയിലേക്ക് അത്രമാത്രം ഉൽപ്പാദന വർധനവ്, ആദായ വർധനവ് ഉണ്ടാകും. അതുകൊണ്ട് ആ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞത് അത് പലരും അംഗീകരിക്കാത്തൊരു കാര്യമാണ്.
തൊഴിലാളിയെ സാധാരണക്കാരനാക്കാം, സാധാരണക്കാരനെ മുതലാളിയാക്കാം, മുതലാളിയെ കോടീശ്വരനാക്കാം നീഡി ടാപ്പിങ്ങിലൂടെ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ 100 മരത്തിൽ നിന്ന് ഇപ്പോൾ 50 ഷീറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ 600 ഗ്രാം തൂക്കമുള്ള 30 കിലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 30 കിലോ എന്ന് പറയുന്നത് 200 രൂപ വില വെച്ചാണെങ്കിൽ മുരണ്ട 6000 രൂപ. ഇതിൻ്റെ ഏതാണ്ട് പകുതിയോളം ഒട്ടുപാലിൻ്റെ അറ്റത്ത് കിട്ടും. ഈ മേപ്പറഞ്ഞ നന്ദിയേത് തോട്ടത്തിൽ അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 10000 രൂപ പാലിൽ നിന്ന് കിട്ടും, 5000 രൂപ പിന്നെ ഒട്ടുപാലിൽ നിന്ന് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പാല് വിറ്റപ്പോൾ പിന്നെ 9.5 പാല് പിന്നെ പാലുണ്ടായിരുന്നു. അതിനാണ്ട് 80,000 രൂപയുടെ അടുത്ത് പിന്നെ വില കിട്ടി. ഒട്ടുപാലിൻ്റെ വില എത്രയാണെന്ന് കേട്ടാൽ ഓരോ പാല് വിൽക്കുന്നിടത്തും അടുത്ത പാല് വിൽക്കുന്നതിനുള്ള അതാണ് കണക്ക്. ഒട്ടുപാലിൻ്റെ വില എന്ന് പറഞ്ഞാൽ 45,000 രൂപ. അപ്പം പകുതിയിൽ കൂടുതൽ ഒട്ടുപാലിന് കിട്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ 2 മരത്തിന് ഒരു ഷീറ്റ് നിങ്ങളുടെ തോട്ടത്തിൽ നമ്മൾക്ക് പിന്നെ കണ്ണടച്ച് ഉപേക്ഷിക്കാനും പറ്റുകയില്ല, അംഗീകരിക്കാനും പറ്റുകയില്ല. അപ്പോൾ അത് പിന്നെ ശാസ്ത്രം തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെളിവ് സഹിതമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മുമ്പൊരു വീഡിയോ ഞാനൊരു കർഷകൻ്റെ കാര്യം പറഞ്ഞു. വീഡിയോ വന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഈ പിന്നെ കാളിയാർ അവിടുന്ന് ഒരു കർഷകൻ വന്നു. രാവിലെ ഒരു ഉച്ചയായപ്പം കയറി വന്നത്. അപ്പോൾ എൻ്റെ EB1 പറ്റി ഈ ദീപികയിലോ മറ്റോ അതിൻ്റെ വിവരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടേച്ച് വന്നതാണ്. പുള്ളിക്ക് കുറച്ച് തൈയുടെ ആവശ്യമുണ്ട്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് തയ്യ കൊണ്ടുപോകാനൊക്കെയുള്ള ആലോചന വന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പുള്ളി പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ടാപ്പ് ചെയ്യാൻ താഴെ ആറ്ററമ്പിലാണിത്. ആറ്ററിന് കുറച്ച് കയറിയാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്, ഈ പറഞ്ഞ EB1 മരങ്ങൾ. ടാപ്പ് ചെയ്യാൻ ഞാൻ താവോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഇത് അതിരാവിലെ ഇദ്ദേഹം കയറിയായിരുന്നു. നമുക്കറിയാമല്ലോ, സാധാരണ ഈ പശുക്കളെ കറവ കാണാൻ വേണ്ടി രാവിലെ ഉടമയോട് പറയാതെ തന്നെ ഈ വാങ്ങാൻ വരുന്ന ആൾ കയറി വരും. കാര്യം വെച്ചാൽ കറവ ഈ പറയുന്ന അളവ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് കയറി വരുന്നത്. അപ്പോൾ അവർക്ക് പരീക്ഷിച്ചറിയാം. ഞാൻ പറഞ്ഞു, ഈ കർഷകനോട് ഞാൻ പറഞ്ഞു, ഞാൻ പേരൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. അപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം. ഇത് ബോധ്യപ്പെടണം, അതല്ലേ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടണം. അങ്ങനെയാണ് വേണ്ടത്. സന്ദേശമേ ഉള്ളൂ. നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ അറിയാമോ? അറിയാം. ഞാൻ കത്തി അങ്ങോട്ട് കൊടുത്തു. പിന്നെ അറിയത്തില്ലാത്ത ആളെ കൊണ്ടാണെങ്കിൽ കുത്തി കയറി വെട്ടിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ അറിയത്തില്ലാത്തൊരു ടാപ്പ് ചെയ്ത് തന്നെ പാല് കുറവായിരിക്കും. ഇദ്ദേഹത്തിന് ടാപ്പ് ചെയ്യാൻ അറിയാമായിരുന്നു. ഞാൻ അദ്ദേഹം ഒരു മരം പിന്നെ ടാപ്പ് ചെയ്തു. എന്നിട്ട് അത് പാലെടുക്കുന്ന വരെ അവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നിന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞൊരു വാസ്തവമുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മുഴുവൻ ശരിയാണ്. ഈ മരത്തിന് ഈ ശോഭകാടെല്ലാം ചെയ്തിട്ട് ഈ മരത്തിന് ഇത്രയും പാല് കിട്ടുക എന്ന് പറയുന്നത് അതിശയം തന്നെയാണ്. അദ്ദേഹം കുറേ തൈയൊക്കെ എന്നോട് മേടിച്ചുകൊണ്ട് പോയി. അപ്പം ശോഭകാടെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ UD ടാപ്പിംഗ് നടത്തിയിരുന്നു, കമത്ത് വിട്ടിരുന്നു. അതാണ് പുള്ളിക്ക് ഈ അതിശയം വന്നത്. ഈ കമത്ത് വിട്ടിട്ടും അത് ഒരു ദിവസമാണോ, ഒരു വർഷമാണോ, 2 വർഷം പല കാണുമ്പോൾ തന്നെ അറിയാം. ഇത് തന്നെ എത്ര ദിവസമാണ് വർദ്ധിട്ടോ? ഒരു വർഷം 1, 2, 3, 4, 5 വർഷമായി കമത്ത് വെട്ടാൻ തുടങ്ങിയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ കമത്ത് വെട്ടിയാലേ, കമത്തും മലത്തും വെട്ടിയാലേ നമുക്കറിയാം, സാധാരണ ടാപ്പിങ്ങുകാർക്ക് അറിയാം, അതുപോലെ സാധാരണ കർഷകർക്കും അറിയാം പാല് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ലോട്ടറിന് ആദ്യത്തെ വർഷം കമത്ത് വെട്ടിയാൽ ഒരു 40 ഷീറ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷം അത് ചിലപ്പോൾ 20 ഷീറ്റായിരിക്കും. 3-ാമത്തെ വർഷം അത് 10 ഷീറ്റായിരിക്കും. അങ്ങനെ കുറഞ്ഞു പോകും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കൂടി വരികയാണ്. ഇപ്പം ഞാനിത് വെട്ടിക്കാണിക്കാം. ഈ മരത്തിന് ഇപ്പം എനിക്ക് ഏതാണ്ട് 1 ഷീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇതാണ്. ഇതുപോലെ ആകണം നിങ്ങളെല്ലാവരും. ഞാൻ പറയുന്ന കേട്ട് കണ്ണടച്ചങ്ങ് വിശ്വസിച്ച് ശരി അങ്ങനെയാണ് നീണ്ടിട്ടാവുകയും ചെയ്തേക്കാം, ഇങ്ങനെ പാല് കിട്ടുമല്ലോ, വേണ്ട, അങ്ങനെ വേണ്ട. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ ചെയ്തു, കുഴപ്പമില്ല. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പം ഒരുവിധപ്പെട്ടവർക്കൊക്കെ ബോധ്യമാകാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളെ ഇവിടെ വന്ന് കാണണം, പഠിക്കണം. ബോധ്യമായവർക്കും ഇവിടെ വന്ന് കാണണം. കാരണം കുറച്ചുകൂടെ ഒരു ഉറപ്പ് വരാനും അത് നല്ലതാണ്.
ഈ പലർക്കും ഈ ഭയമാണ് കയറി പിന്നെ ഇതിനെ ഇങ്ങനൊരു പിന്നെ പുതിയ മെത്തേഡ് സ്വീകരിക്കാൻ പിന്നെ നിരുത്സാഹപ്പെടുത്തുന്നത്, പിന്നോട്ട് വലിയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്ക് കഞ്ഞിയാണ്. നിത്യവും വെട്ടിക്കിടുന്നു. ഇച്ചിരി വിലക്കുറവാണേലും അന്നന്ന് വെട്ടി പിന്നെ വിറ്റ് അവിടെ കാര്യങ്ങൾ നടത്തുന്നവർക്ക് വെട്ടണം. അതിനെ ഇങ്ങനെ പിന്നെ 4 പട്ടം വെട്ടുക, 2 കമത്തിനും 2 മലത്തും വെട്ടി ഇങ്ങനെ നശിപ്പിച്ച് 1-2 വർഷം കൊണ്ട് പിന്നെ നശിപ്പിക്കാൻ ആരും തയ്യാറാകില്ല. അപ്പം നിലവിലുള്ള ബോധ്യം അനുസരിച്ച് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ, സ്വാഭാവികമാണ്. അപ്പം ഞാൻ പറയുന്ന വസ്തുത ഇതാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെടണം. ഇതിപ്പം 6 വർഷമായി നീഡി ടാപ്പിംഗ് ആരംഭിച്ചിട്ട്. ഇതിപ്പം യൂഡി ടാപ്പിംഗ് ആണ്, ബാക്കി മരങ്ങളെല്ലാം പിന്നെ നീഡി ടാപ്പിംഗ് ആണ്. 6 വർഷമായിട്ടും കഴിഞ്ഞ വർഷം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അന്ന് ഞാൻ പറഞ്ഞത് 3 മരത്തിന് ഒരു ഷീറ്റെന്നാണ്. ഈ വർഷമായപ്പോൾ 2 മരത്തിന് ഒരു ഷീറ്റായി. അടുത്ത വർഷം എൻ്റെ ഒരു ബോധ്യം മിക്കവാറും അത് ഉദ്ദേശം കുറച്ച് ഫലം ചെയ്യുന്നു. എൻ്റെ ഉദ്ദേശം 1 മരത്തിന് ഒരു ഷീറ്റെന്ന്. ഇതിപ്പോൾ 1 മരത്തിന് ഒരു ഷീറ്റായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ മരത്തിനും അങ്ങനെ ആയെന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത വർഷത്തേക്ക് ശരാശരി 1 മരത്തിന് ഒരു ഷീറ്റ്, അതായത് 1 മരത്തിന് 1.5 ലിറ്റർ പാൽ വെച്ച് ശരാശരി ലഭിക്കും. ഇപ്പം 2 ലിറ്റർ 2.5 ലിറ്റർ വരെ കിട്ടുന്ന മരങ്ങളെ ഇവിടെ. ഈ ചെറിയ മരങ്ങളാണ് നിങ്ങളൊന്ന് കാണണം. ഇതൊന്നും വലിയ മരങ്ങളല്ല. മറ്റൊന്നുള്ളത് ഇത് 2 പ്രത്യേകതകൾ ഈ തോട്ടത്തിനുണ്ട്. ഒന്ന്, ഇത് എൻ്റെ EB3 തോട്ടമാണ്, ചെറിയ തോട്ടമാണ്. 100 മരങ്ങൾ മിച്ചമുള്ളൂ. രണ്ടാമത് നീഡി ടാപ്പിങ്ങിൻ്റെ മഹത്വമാണ്. അപ്പം ഞങ്ങൾക്കൊന്നും EB3 മരമില്ല. അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന ഉൽപ്പാദനം കിട്ടുകയില്ല എന്ന് പലരും ചിന്തിക്കും. ഞാൻ പറയട്ടെ, ഈ പറയുന്ന നന്ദിയത്തോട്ടത്തിൽ എരുമേലിക്കടുത്ത നന്ദിയത്ത് തോട്ടത്തിലെ ഭൂരിപക്ഷവും പറയ 105 പിന്നെ 235 അങ്ങനെ ചില വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തോട്ടം തന്നെ ഒന്ന് കാണാനുള്ള തോട്ടമാണ്. അത്രമാത്രം കാര്യം. ഈ സാധാരണഗതിയിൽ ഒരു 40 വർഷം കൊണ്ടൊന്നും സാധാരണ തോട്ടങ്ങളിൽ മരങ്ങൾ ഇത്രയും തന്നെ വണ്ണം വെക്കാറില്ല. അത് നല്ല വണ്ണമുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ബോധ്യപ്പെടുക. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ കിട്ടുന്നത് 3 മരത്തിന് 2 ഷീറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എല്ലാ ടാപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അത് കിട്ടുന്നില്ല, ചില ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. എങ്കിലും അവിടെ ഞാൻ പറയുന്ന ഇതാണ്, ഇവിടെ പിന്നെ 2 മരത്തിന് ഒരു ഷീറ്റ് കിട്ടുന്നു, അവിടെ 2 മരത്തിനല്ലാതെ അത് കൂടുതലായിട്ട് കിട്ടുന്നത്. 2 മരത്തിന് ഒരു ഷീറ്റെന്ന് കൂട്ടി അവിടെയും കിട്ടുന്നു. പിന്നെ 1 കിലോ റബ്ബറിന് 1000 രൂപ, 1000 രൂപയ്ക്ക് മുകളിൽ അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ 1 കിലോ റബ്ബറിന് 1000 രൂപ. അപ്പം നിങ്ങൾ ബോധ്യപ്പെടണം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തെളിവ് സഹിതമാണ് അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല. നമുക്കറിയാം നമ്മുടെ ജീവിത പിന്നെ സാമ്പത്തിക തലവര മാറ്റിയെഴുതുന്നൊരു പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ മാറ്റിയെഴുതുന്നൊരു പുതിയ രീതിയാണ് നീഡി ടാപ്പിങ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നൊരു വസ്തുത ഇതാണ്. ഇത് എവിടുന്ന് വന്നു? ഞാനിത് ഒരൊറ്റ ദിവസത്തിൽ പൊട്ടുമുളച്ച സാധനമല്ല. ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞു, എൻ്റെ 70 വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എൻ്റെ പുതിയ റബ്ബർ ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും പുതിയ ടാപ്പിങ്, ഇതിന് പറയുന്നത് ഞാൻ ടാപ്പിംഗ് സീരിയൽ എന്നാണ് പറയുന്നത്. റബ്ബർ ബോർഡുകളും പിന്നെ ടാപ്പിംഗ് സീരിയൽ കണ്ടു. പിന്നെ അവരുടെ 105 സീരിയൽ ഉണ്ടായിരുന്നു. 105 മാത്രമല്ല, 106 118 6 105 ഇങ്ങനെ ഒരു 105 സീരിയല്. അതിൽ 105 ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് കണ്ട ആ സീരിയലിൽ. രണ്ടാമത് 400 സീരിയൽ അവർ കണ്ടുപിടിച്ചു. അതാണ് 400 സീരിയലിൽ അവർ ഇപ്പം എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും 430 ഏറ്റവും മുന്നിൽ കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഏതാണ്ട് പരാജയപ്പെട്ട രീതിയിലാണ്. പ്രത്യേകിച്ച് 430 ആദ്യം അവരിറക്കിയത്. ധാരാളം പേരത് വെച്ചു. അവരെല്ലാം എൻ്റെ അടുത്ത് ചങ്ക് അടിച്ച ഞാൻ ഏത് നേരത്താണ് ഇത് വെക്കാൻ എനിക്ക് പിന്നെ തലയിൽ ഉദിച്ചത്. പലരും പറഞ്ഞു ഞാനും ചെയ്തു, നല്ല എന്ന് പറഞ്ഞു. വാപ്പാടെ വലിയ പരാജയമാണ് എന്ന് പറഞ്ഞവർ വരെ ഉണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് 400 സീരിയൽ റബ്ബർ ബോർഡ് തന്നെ പറഞ്ഞു 105 അത്രയും വിജയിച്ചില്ല, 400 സീരിയൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പരാജയമായിരുന്നു. അപ്പം ഞാനൊരിക്കലും അതിന് പിന്നെ ഈ ഗവേഷണം എന്ന് പറയുന്നത് അങ്ങനെയാണ്, പരാജയപ്പെടും, വിജയിക്കും, പരാജയപ്പെടും. അതാണല്ലോ ഞാൻ ചെയ്യുന്ന എല്ലാം വിജയിക്കുമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. വിജയിച്ചതിനെ മാത്രമേ ഞാൻ മുന്നോട്ട് ഇവിടെ വിളംബരം ചെയ്യുന്നുള്ളൂ, കാണിച്ചു തരുന്നുള്ളൂ.
അതിൽ വിജയിച്ച അത് പറഞ്ഞു വന്ന ഇതാണ്, നീഡിറ്റ് ടാപ്പിങ് ഏതാണ്ട് വിജയ തീരത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയും ഇത് മുന്നോട്ട് കുറെ കൂടെ നല്ല മാറ്റം വരുത്താനുണ്ടായിരിക്കാം. അത് കുറെ കൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കായിരിക്കും. ഇവിടെ നിന്ന് താഴോട്ട് പോവുകയില്ല. ഏതാണ്ട് 10-30 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് റബ്ബറിൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ സൂചിപ്പിച്ചു, പിന്നെ ഒന്ന് പിൻവലിക്കുകയാണ്. ഇന്ന് നിർത്തിയിട്ടില്ല. അപ്പം നാളെ അടുത്ത വർഷം ഇത് നിരീക്ഷിക്കുമ്പോൾ ഇതിന് പാല് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ അതൊക്കെ നിരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വസ്തുതയാണ്. നീഡിറ്റ് ടാപ്പിങ്ങിൻ്റെ പ്രാധാന്യവും മഹത്വമാണ് ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ ഇതിന് പിൻവലിയെന്ന് വെച്ചാൽ പരാജയപ്പെട്ടിട്ടൊന്നുമല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല. എന്തുകൊണ്ട് ഇതിനേക്കാൾ വലിയ കണ്ടുപിടുത്തത്തിന് ഞാൻ ഏർപ്പെട്ടിരിക്കില്ല. അതിന് എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഇടത് കൈയിലെ അപ്പവും വലത്ത് കൈയിൽ ജീവനും, അപ്പം തരാം ഒപ്പം ജീവൻ തരാം, ഭഗവാനെ എൻ വാക്ക് കാക്കുമെങ്കിൽ അപ്പം തരാം ഒപ്പം ജീവൻ തരാം. ഇതെല്ലാം എൻ്റെ ഞാനത് കഴിഞ്ഞ വീഡിയോ സൂചിപ്പിച്ചെന്ന് സംശയമുണ്ട്. ഇനി എനിക്ക് ഇത് എന്തെന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ഒരംഗത്തിന് ബാല്യമില്ല. ഞാൻ 82 കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. കുറച്ച് രോഗത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ ഇത്രയും ഇങ്ങനൊരു മണ്ടനെ അല്ലെങ്കിൽ വട്ടനെ കേരളത്തിലുണ്ടോയെന്ന് സംശയമാണ്. എന്നെ പലരും വട്ടനും പൊട്ടനും എന്നൊക്കെയാണ് വിളിക്കുന്നത്. പത്രങ്ങളും എന്നെ വഞ്ചകനായിട്ട് നീഡിറ്റ് ടാപ്പിങ്ങിനോട് കർഷകരെ വഞ്ചിക്കുന്നെന്നാണ് അവർ പറയുന്നത്. വഞ്ചകൻ അങ്ങനെ ഒത്തിരി നല്ല പേരുകളൊക്കെ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 തരത്തിലൊരു വ്യക്തി ഇങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ പരാജയപ്പെടാം. ഒന്നുകിൽ എൻ്റെ ഗവേഷണം അല്ലെങ്കിൽ ഗവേഷണങ്ങൾ പരാജയപ്പെട്ട അതൊരു പരാജയമാണ്. രണ്ടാമത്തെ അതിൽ നിന്നുള്ള തിരിച്ചടിയിലൂടെ പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ തിരിച്ചടി നിന്നുള്ള അത് പിടിച്ചു നിൽക്കാതെ ഈ പരിപാടിയൊക്കെ ഉപേക്ഷിക്കുക, അതും പരാജയമാണ്. ഈ 2 കാര്യത്തിനും വിജയിക്കാൻ ഞാൻ ഉപേക്ഷിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഞാൻ എൻ്റെ ഈ വീഡിയോ ഇപ്പം ഇവിടെ ഞാൻ ചുരുക്കി ഞാൻ പറഞ്ഞാൽ അടുത്തതായിട്ട് ഞാനൊരു നീഡിറ്റ് ടാപ്പിങ്ങിന് മുമ്പ് എൻ്റെ യൂഡി ടാപ്പിങ്ങിനെ പറ്റിയാണ് വിവരിക്കാൻ പോകുന്നത്. ആമുഖമായിട്ടെന്ന പോലെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, പൊതുവെ പറയുന്ന സ്നേഹിതരെ, എനിക്ക് ഈ ലോകത്തിന് സംഭാവന ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഒന്നൊന്നായിട്ട് എനിക്ക് അതിനുള്ള സാമ്പത്തികമില്ല, സമയം കുറവ്, ആരോഗ്യം കുറവ്, ആയുസ് കുറവെന്ന് വെച്ചാൽ ഇനി എത്ര കാലമുണ്ട്? 82 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനി എത്ര കാലമുണ്ട്? അതിൽ തന്നെ രോഗങ്ങളൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. എന്തെങ്കിലും ഇത് ചെയ്തു തീർക്കുക എന്നുള്ളൊരു വലിയ വ്യഗ്രതയിലാണ് ഞാൻ. എങ്ങനെ സാധിക്കും? പിന്നെ ഈശ്വരനല്ല, ഈശ്വരനാണ് ഇതെല്ലാം എനിക്ക് തന്നത്. അത് തന്നെയാണ് മുന്നോട്ടും കൊണ്ടുപോകാനുള്ള ആ ശക്തി ആ ഈശ്വരൻ തന്നെയാണ്. ശക്തനായവൻ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്, മുന്നോട്ട് പോകുന്നത്. ആ ശക്തനായവൻ്റെ ആ ഇച്ഛയാണ് ഞാൻ ഈ ഗവേഷണത്തോടെ, പ്രത്യേകിച്ച് അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഗവേഷണം എല്ലാം ഉൾപ്പെടും. പുതിയ റബ്ബർ ഇനങ്ങൾ, നീഡിറ്റ് ടാപ്പിങ്, അങ്ങനെ പുതിയ കണ്ടുപിടുത്തം. അപ്പം തന്നെ ഞാൻ താനെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പം അടുത്ത എനർജി താനെ ഉണ്ടാക്കാൻ ഒരു ചക്രം, മാജിക് വീൽ എന്നാണ് ഞാനിത് പറയുന്നത്. മാജിക് വീൽ, ഒരു ചക്രം താനെ കറക്കാനുള്ള സംരംഭം, അതായത് 99% വിജയിച്ചിരിക്കുകയാണ്. അത് വിജയിച്ചാൽ ലോകത്തിൻ്റെ ഇന്ന് ഏറ്റവും വലിയ ട്രബിൾ എന്ന് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗ്ലോബൽ വാർമിങ്, ഭൂമിയുടെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഇടുക്കിയിലൊക്കെ മിന്നൽ പ്രളയങ്ങൾ, എന്താ ഇത് പറയാൻ ചെറിയാൻ മേലാത്ത പ്രശ്നങ്ങളാണ് വന്നു കൊടുക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ അവസാനം ഏതാണ്ട് അടുത്തിരിക്കുന്നു ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ. അതാണ് ഞാൻ പറഞ്ഞതല്ല, 1100 സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുകയാണ് ഭൂമി ഈ നൂറ്റാണ്ട് കടക്കുകയായിരുന്നു. ഭൂമിയിലെ ജീവജാലങ്ങൾ മനുഷ്യനുൾപ്പെടെ മരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ചൂട് വർദ്ധിച്ചുകൊണ്ട്. അപ്പം ഭൂമിയുടെ ചൂട് വർദ്ധിക്കാതിരിക്കാൻ, അല്ലെ ഭൂമിയുടെ ചൂട് കുറയ്ക്കാൻ എന്തുണ്ട് മാർഗം? അതിനുകൊണ്ട് മാർഗം
ശാസ്ത്രം അതിനും വഴി ഉണ്ട്. ആ മാർഗം എൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങൾ എന്നെ പൊട്ടനെന്ന് വിളിക്കും അല്ലേ, വട്ടനെന്ന് വിളിക്കും, വിളിച്ചോളൂ. എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാജിക്ക് വരും. ഒരു ഓയിൽ താനെ കറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. കാര്യം കൽക്കരി, പെട്രോള്, ഡീസല്, അതുപോലെ തന്നെ ഗ്യാസ്, ഇങ്ങനെയുള്ള പിന്നെ ഫോസിൽ ഇന്ധനങ്ങൾ എരിച്ചത് കൊണ്ടാണ് ഈ ഭൂമിക്ക് ഇത്ര ചൂട് കൂടാൻ സാധ്യത. അപ്പം താനെ ഊർജ്ജം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഒരു വണ്ടി താനെ ചക്രം താനെ കറങ്ങുന്നുണ്ട്, താനെ ഊർജ്ജം ഉണ്ടാകുമെന്ന് ചുരുക്കം. താനെ ഇഷ്ടംപോലെ പിന്നെ നമുക്ക് ഓക്സിജൻ പിന്നെ താനെ കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വായു, വെള്ളം, ഊർജം ഇതൊക്കെ ഏതാണ്ട് സമമായിട്ടൊന്നും താനെ ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? ഭൂമിയുടെ ചൂട് കൂടിയില്ലെന്ന് മാത്രമല്ല, ചൂടൽപ്പം കുറയാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകാവസാനം മാറ്റിയെടുക്കാൻ എൻ്റെ കയ്യിൽ പിന്നെ വകുപ്പുണ്ട്. പക്ഷെ ഞാനത് എങ്ങനെ ഒന്ന് പൂർത്തിയായിരിക്കും? എനിക്ക് സാമ്പത്തികമില്ല, സഹായിക്കാൻ ആളില്ല, പാര വെക്കാൻ ധാരാളം ആൾക്കാർ. പിന്നെ എങ്ങനെ എന്ത് ചെയ്യും? അതുപോലെ തന്നെ പിന്നെ പുറത്തെല്ലാം പിന്നെ രോഗങ്ങൾ, ആ രോഗങ്ങൾക്ക് ഒരു കണക്കിന് ഇത് പറയാൻ കൊള്ളാവുന്നൊരു വാക്കാണെങ്കിൽ പോലും ചികിത്സിക്കാൻ തന്നെ എനിക്ക് പണമില്ല. ഈ മണ്ടൻ ആ പണമെല്ലാം ഈ ഗവേഷണത്തിന് വേണ്ടി ചിലവെടുക്കുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ താനെ ഓടുന്ന വണ്ടി ഊർജ്ജം ഉണ്ടാക്കാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ എന്നോട് ഇടയ്ക്കിട്ടുണ്ട്. എനിക്ക് നോബൽ സമ്മാനം നേടിത്തരാൻ ഉതകുന്ന ഒരു വീഡിയോ ആണത്. അതിന് പോലും ഇവിടെ വിലയില്ല. അമേരിക്കയിൽ നിന്ന് പോലും ഇത് കാണാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് 100% വിജയമാണെന്നൊരു 4 പേറ്റൻ്റ് അമേരിക്കൻ ലഭിച്ച ഒരു സയൻറ്റിസ്റ്റ് ഇവിടെ വന്ന് എന്നോട് പറയുകയുണ്ടായി. 100% ശരിയാണെന്ന്. എന്നിട്ട് പോലും ഇവിടെ അത് അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ എനിക്ക് പിന്നെ വേണ്ട സഹായ സഹകരണം ചെയ്യാനോ ആളില്ല. പാര വെക്കാൻ ആളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്നാലും ഞാൻ തോക്കുകയില്ല. എൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ, വീഴുന്നിടം വരെ ഓടുക, ചാകുന്നിടം വരെ നിരങ്ങുക. ഒരാൾ വീണു കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പറ്റുകയല്ലോ, ചിലപ്പോൾ നിരങ്ങാൻ പറ്റിയേക്കാരില്ലേ, വല്ല രോഗങ്ങളാൽ കിടക്കുന്ന അവസരത്തിൽ അവസാനം ചാകുന്നിടം വരെ നിരങ്ങുക. ഇതാണ് എൻ്റെ പോളിസി. അവിടെ ആ നിലയിൽ എനിക്ക് എത്രമാത്രം നേടാൻ പറ്റുമോ അത്രയും നേടുക എന്നുള്ളതേ ഉള്ളൂ. അത് ലോകത്തിന് പ്രത്യേകിച്ച് പോവുക, എന്നെ ദ്രോഹിക്കുകയും പരിഹസിക്കുകയും അതുപോലെ തന്നെ പലതരത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവർക്കായിട്ട് കൊടുത്തേച്ച് പോവുക. ഞാൻ കരുതുന്ന അതാണ് ദൈവികത. ബൈബിളിലൊരു വാക്യമുണ്ട്, നല്ലവർക്കും ദുഷ്ടർക്കും വേണ്ടി മഴ പെയ്യുന്നു, സൂര്യൻ ഉദിച്ച് പ്രകാശം ഊർജ്ജം നൽകുന്നു, വായു ഇവിടെ നൽകുന്നു, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു. അതാണ് ജീവിതം. ആർക്കും വേണ്ടി ഒരു ശത്രുതയില്ല. എന്നെ പരിശോധിക്കുന്ന അവർക്കും നന്മ ഉണ്ടാവണം എന്നുള്ള എൻ്റെ ആശയം. ഞാൻ അത്രയൊന്നും കടന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം വേണമെന്ന് ചോദിക്കുകയില്ല. പക്ഷേ എൻ്റെ പിന്നെ വലത് കൈയിലെ ജീവന്, ഇടത് കൈയിലെ അപ്പം, ഇത് കുറേ കൂടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും അംഗീകരിക്കുക. അല്ലെങ്കിൽ പോലും കുറേ ബുദ്ധിശാലികളെ കുറേയെല്ലാം വസ്തുക്കളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി വിലയിരുത്തുന്നവർക്ക് കുറേയെല്ലാം അംഗീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എൻ്റെ ഈ വീഡിയോ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ ഈ നീഡ് ടാപ്പിങ്ങിനെ പറ്റി, UD ടാപ്പിങ്ങിനെ പറ്റിയുള്ള വിവരണമാണ്. അപ്പം എല്ലാവർക്കും, എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം എല്ലാവർക്കും പിന്നെ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.